മധ്യപൂർവേഷ്യൻ സംഘർഷം അയവില്ലാതെ തന്നെ തുടരുകയാണ്. നാൾക്ക് നാൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവകാശവാദം. മുസ്തഫ ഖമനൈ IRGCയുടെ കളിപ്പാവയാണെന്ന് നെതന്യാഹു പറയുന്നു. അതേസമയം അറബ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. സൗദിക്കു നേരെ കഴിഞ്ഞ രാത്രി 50ഓളം ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണ ശ്രമമാണിത്. ഇന്നലെ 10 ബാലിസ്റ്റിക് മിസൈലുകൾ നേരിട്ടതായി UAE അറിയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ ഇന്ന് വീണ്ടും ബാരലിന് $100 കടന്നു. എണ്ണക്ഷാമം മറികടക്കാൻ അമേരിക്ക പുതിയ നീക്കം ആരംഭിച്ചു. നിലവിൽ സമുദ്രത്തിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ കപ്പലുകൾക്ക് US അനുമതി നൽകി. മുഹമ്മദ് റഹീസ്, ജലീൽ കണ്ണമംഗലം, മധു കൊട്ടാരക്കര, ബൽറാം നെടുങ്ങാടി എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം മുഹമ്മദ് റഹീസിലേക്ക് പോകുന്നു. റഹീസ്, ഇവിടെ ഏതെങ്കിലും തരത്തിൽ യുദ്ധ സാഹചര്യം അപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധ സാഹചര്യത്തിൽ അയവേ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കടുത്ത ആക്രമണങ്ങൾ നടക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരയവിന്റെ ലക്ഷ്യം കാണുന്നേയില്ല. GCC രാജ്യങ്ങളിൽ ഇടയ്ക്ക് കുറേ നാൾ കുറച്ച് ഒരു സമാധാനത്തിലേക്ക് പോകുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടായതാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമല്ലെന്ന് തോന്നുന്നു. പലയിടങ്ങളിൽ ഈ കഴിഞ്ഞ രാത്രിയും കാര്യമായ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. പ്രശ്നങ്ങളുണ്ട്. റഹീസ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഹാഷ്മി. എന്തായാലും ഇത്തരത്തിലൊരു ആക്രമണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാന്റെ ഭാഗത്ത് നിന്ന് രാത്രി തുടർച്ചയായി ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇന്നലത്തെ ദിവസം നോക്കുകയാണെങ്കിൽ വളരെ വലിയ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. ആക്രമണങ്ങളിൽ ഒരു ചെറിയ അയവുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണേണ്ടി വരും. കാരണം ഈ ബഹ്റൈനിൽ അപായ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. അവിടെ ആക്രമണം ഉണ്ടാകുന്നതായി മനസ്സിലാകുന്നുണ്ട്. അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. അതിനപ്പുറത്തേക്ക് കുവൈറ്റിൽ ഇന്നലെ രാത്രി ഒരു തവണ ഇത്തരത്തിൽ അലേർട്ട് മെസ്സേജും ഒപ്പം തന്നെ ആക്രമണം ഉണ്ടായതായി വിവരമുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം മാത്രമാണ് ഇന്നലെ ഇറാൻ നടത്തിയതെന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം UAE-യിൽ ഇന്നലെ ഒരൊറ്റ അലേർട്ട് പോലും രാത്രി വരാത്ത ദിവസമായിരുന്നു. സാധാരണ UAE-യിൽ ഈ രാത്രി ഒരു 2-3 അലേർട്ടുകളൊക്കെ വരാറുണ്ട്. അതനുസരിച്ചുള്ള ആക്രമണം ഉണ്ടാകാറുണ്ട്. പിറ്റേന്ന് അതിന്റെ കണക്കുകൾ വരാറുണ്ട്. കെട്ടിടത്തിന് കേടുപാടുകൾ വന്നതിന്റെ ഒപ്പം തന്നെ നാശനഷ്ടങ്ങളുടെ ഒക്കെ വിവരങ്ങൾ പുറത്തു വരാറുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി UAE-യിൽ നിന്നും അത്തരത്തിലൊരു വിവരങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ആക്രമണം കാര്യമായി ഉണ്ടായിട്ടില്ല എന്നാണ് അല്ലാതെ അനൌദ്യോഗികമായി തന്നെയും നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് UAE-യെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ കാര്യമായ ആക്രമണങ്ങളൊന്നും ഉണ്ടാകാത്ത ദിവസമായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആക്രമണങ്ങളൊന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയോ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തിന്റെ വിദൂര രീതിയിൽ പോലും എത്തിയിട്ടില്ല എന്നതാണ് UAE-യിൽ നിന്ന് മനസ്സിലാകുന്നത്. ഖത്തറിനെയും ബഹ്റൈനെയും സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും അത്തരത്തിലാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ബഹ്റൈനെ കേന്ദ്രീകരിച്ചാണ് കാര്യമായിട്ടുള്ള ആക്രമണം ഇറാൻ നടത്തുന്നത്. അതിന് ഈ ബഹ്റൈനിൽ നിന്ന് ചില ചാരസംഘടനകളുടെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്ന ചിലരെയൊക്കെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയുണ്ടായി. വ്യാപകമായ അറസ്റ്റുകൾ പലതും ബഹ്റൈനിൽ നടക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ പുറത്തു വരുന്നുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ബഹ്റൈൻ കേന്ദ്രീകരിച്ചും ആക്രമണം നടക്കേണ്ടതാണ്. പക്ഷേ ബഹ്റൈൻ കേന്ദ്രീകരിച്ചും കാര്യമായ ആക്രമണം ഇന്ന് രാവിലെ വരെ നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ബഹ്റൈൻ അവിടെ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. അവിടെ അതിൻ്റെതായിട്ടുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ആളുകൾ മാറണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ തരത്തിൽ കാര്യങ്ങൾ പോകുന്നുമുണ്ട്. അത് തന്നെയാണ് ഈ ഒമാനിൽ നോക്കുകയാണെങ്കിൽ ഒമാനിൽ ഇന്നലെ രാത്രി ഒരൊറ്റ ഡ്രോൺ ആക്രമണം ഒരു ശ്രമം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് കൃത്യമായി തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്നലെ വൈകിട്ട് ഒമാനിൽ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന പോർട്ടുകൾ കേന്ദ്രീകരിച്ച് കാര്യമായ ആക്രമണം ഉണ്ടായി. അവിടെ ധാരാളം എണ്ണ കപ്പലുകൾ, ടാങ്കുകൾ ഒക്കെയും നശിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒമാനിൽ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ആക്രമണം മുഴുവൻ ഉണ്ടായത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സൗദിയിലാണ്. മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ എന്തായാലും ആക്രമണം താരതമ്യേന കുറഞ്ഞു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്. ഒരു പക്ഷേ ഈ റമദാൻ മാസത്തിലെ ഏറ്റവും ഒടുവിലെ ജുമാ നമസ്കാരം കൂടിയാണ്. അവിടെ പ്രത്യേക പ്രാർത്ഥനകൾക്കൊക്കെയും ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. അശ്വിൻ, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.